അപ്പൊ പിന്നെ ബ്രാൻഡ് അംബാസിഡർ എന്ന് പറഞ്ഞത് അത് വെറുതെയാണോ? മനസ്സിലായില്ല. അത് വലിയ കുഞ്ഞ് നിർബന്ധിച്ച് പായതാ. വലിയ കുഞ്ഞു? അതാരാള്? എക്സ്ക്യൂസ് മീ വക്കീലേ, അത് മിസ്റ്റർ ആനന്ദകൃഷ്ണനാണ്. ഒരു സാധാ നാട്ടുംപുറത്തുകാരിയായ കല്യാണിയെ ദുരുദ്ദേശപരമായി വിസ്തരിച്ച് നിങ്ങൾ അവരുടെ മനോധൈര്യം കെടുത്തരുത്. ഓക്കെ ഓക്കെ, ഞാൻ നീട്ടുന്നില്ല. അപ്പോ സ്വന്തമായി ഇഷ്ടമുണ്ടായിട്ടല്ല, ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ MD നിർബന്ധിച്ച് തലയിൽ വെച്ച് തന്നതാണ് ബ്രാൻഡ് അംബാസിഡർ പദവി, അല്ല മിസ് കല്യാണി? ഓക്കെ, കല്യാണിയുടെ അച്ഛൻ എന്ത് ചെയ്യുന്നു? അച്ഛൻ തൃച്ചംബരത്ത് ഡ്രൈവറാണ്. ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ വാർഷിക വരുമാനം എത്രയാണെന്ന് അറിയോ മിസ് കല്യാണിക്ക്? അറിയില്ല. ആ ഹെർബൽ കമ്പനിയിൽ എത്ര തൊഴിലാളികളുണ്ടെന്നറിയാമോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ കമ്പനിയെക്കുറിച്ച് ഒന്നും അറിയാത്ത നിങ്ങൾ വെറുതെ കുറ്റമേറ്റെടുത്ത് സത്യം മൂടിവെച്ച് ഇവിടുത്തെ നീതിന്യായ സംവിധാനത്തെ വെല്ലുവിളിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞ? അയ്യോ, ഒരിക്കലും അല്ല. ചെമ്പരത്തിപ്പൂവിൽ നിന്ന് എങ്ങനെ ഹെർബൽ ക്രീം ഉണ്ടാക്കാന്ന് വല്യുഞ്ഞിന് പറഞ്ഞു കൊടുത്തത് ഞാനാ. അപ്പോ ഞാനല്ലേ എല്ലാത്തിനും ഉത്തരവാദി? എന്നെ വേണം ശിക്ഷിക്കാൻ. സോറി, നിങ്ങൾ അറിയാതെ ലാഭം കുത്തനെ കൂട്ടാൻ വേണ്ടി കമ്പനി MD അതിൽ മായം കലർത്തിയതാണെന്ന് ഞാൻ പറഞ്ഞ? എന്താ, അതിന് സാധ്യതയില്ലേ ഇപ്പോ? ഇല്ല, വല്യുഞ്ഞ് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ആർക്കും ഒരു ദ്രോഹം ചെയ്യാത്ത ആളാ വല്യുഞ്ഞ്. അതെനിക്ക് 100% വിശ്വാസമാണ്. സോറി യുവർ ഓണർ, ഇത് ബോധപൂർവം നടത്തിയ ചതിയാണെന്ന് വളരെ വ്യക്തമാണ്. മിസ് കല്യാണിയെ പോലെ 10ാം ക്ലാസ് പോലും ജയിക്കാത്ത ഒരു പെൺകുട്ടിയെ മുന്നിൽ നിർത്തി സ്വയം സുരക്ഷിത താവളം ഒരുക്കി നടപ്പിലാക്കിയ ഓപ്പറേഷൻ. ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ MD ആനന്ദ് കൃഷ്ണൻ ഒരുക്കിയ കെണിയിൽ ഈ പാവം പെൺകുട്ടി കൂടി അകപ്പെട്ടെന്ന് കരുതുന്നതാവും ശരി. കല്യാണി എന്ന പാവം പെൺകുട്ടിയെ കൊടും കുറ്റവാളിയാക്കി രക്ഷപ്പെടാൻ ആനന്ദ് കൃഷ്ണൻ ഒരുക്കിയ പദ്ധതിയാണിതെന്ന് കോടതി മനസ്സിലാക്കണമെന്നും, ആയതിനാൽ ഇതിന്റെ എല്ലാം ഉത്തരവാദിയായ ആനന്ദ് കൃഷ്ണന് കോടതി പരമാവധി ശിക്ഷ വിധിക്കണമെന്നും ഇതിനാൽ കോടതി മുൻപാകെ ഞാൻ അപേക്ഷിക്കുന്നു.
ആരുടെ ഹെർബൽ പ്രൊഡക്ട്സിന് മായം കലർത്തി പറഞ്ഞോ? പറയടാ. ഈ തടി കൊണ്ട് എന്നെ ഓടിച്ചെന്ന് കൊല്ലും ഞാൻ തന്നെ. പറയാൻ പറയുന്നു അതോട്ടിക്കൊണ്ട് ചാവണം. പറയില്ലല്ലടാ. ആ ഹെർബൽ ക്രീമിൽ ഞാൻ തന്നെയാ കൂടുതൽ കെമിക്കൽ ചേർത്തത്, കമ്പനിക്ക് ചീത്തപ്പേരുണ്ടാക്കാൻ. അത് ഞങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് നിന്നെയും തിരക്ക് ഞങ്ങൾ വീട്ടിലോട്ട് വന്നോണ്ടിരുന്നത്. ഇനി നീ ഒരു ഒറ്റ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ മതി. ആർക്ക് വേണ്ടിയാ നീ ചെയ്തത്? ആര് പറഞ്ഞിട്ട്? പറയാം. എന്നോടത് ആവശ്യപ്പെട്ടത് പ്രിയങ്ക മേഡം, പ്രിയങ്ക വർമ്മ. ശരി വാ, ഇതെല്ലാം മറ്റൊരിടത്ത് പറയാനുണ്ട്. ആരാ എന്തിനാ എങ്ങനെയാന്നൊക്കെ അവിടെ പറഞ്ഞാലേ നിന്റെ ഈ കുംഭസാരത്തിന് ഫലം കിട്ടും. ബ്രോ തൂക്കുവനെ വേണ. മുഴുവൻ ചെയ്തിട്ട് അതെല്ലാം ഈ പാവം പെൺകുട്ടിയുടെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാൻ നോക്കിയതിന് തൃച്ചംബരത്ത് ആനന്ദ് കൃഷ്ണൻ എന്ന കുറ്റവാളിക്ക് മേൽ IPC 122B, 420, 320 എന്നീ വകുപ്പുകൾ കൂടി ചുമത്തി പരമാവധി ശിക്ഷ നൽകണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് താഴ്മയായി അപേക്ഷിക്കുകയാണ്. ഒബ്ജക്ഷൻ യുവർ ഓണർ. തൃച്ചംബരത്ത് ആനന്ദകൃഷ്ണനെ എങ്ങനെ കുറ്റവാളിയാക്കാൻ കഴിയും? ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ MD സ്ഥാനത്ത് പോലും ഇപ്പൊ അദ്ദേഹം ഇല്ല. ആനന്ദ് ഹെർബൽ പ്രോഡക്ട്സ് ആരംഭിച്ചത് തന്നെ മിസ്റ്റർ ആനന്ദ് കൃഷ്ണനാണ്. മാത്രമല്ല ഈ സമീപകാലത്താണ് അദ്ദേഹം MD സ്ഥാനത്തു നിന്നും ലീവ് എടുത്തു മാറി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ വിസ്തരിക്കാനുള്ള അനുവാദം തരണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് അപേക്ഷിക്കുന്നു. യെസ്, പെർമിഷൻ ഗ്രാന്റഡ്. തൃച്ചംബരത്ത് ആനന്ദകൃഷ്ണൻ, തൃച്ചംബരത്ത് ആനന്ദകൃഷ്ണൻ, തൃച്ചംബരത്ത് ആനന്ദകൃഷ്ണൻ. അമ്മ വിഷമിക്കണ്ട, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പോയിട്ട് വാ. ഞാൻ തൃച്ചംബരത്ത് തറവാട്ടില്ല. സൗകര്യങ്ങൾക്കനുസരിച്ച് കള്ളം പറയാറില്ല. മനസാക്ഷിയെ മുൻനിർത്തി പറയുന്നു, സത്യം മാത്രമേ കോടതിയെ ധരിപ്പിക്കൂ. ഇത് സത്യം, സത്യം, സത്യം. മിസ്റ്റർ ആനന്ദ് കൃഷ്ണൻ, താങ്കൾ എന്തിനാണ് ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ MD സ്ഥാനത്തു നിന്നും ലീവ് എടുത്തത്? പറ. ആ പ്രതിക്കൂട്ടി നിൽക്കുന്ന അടുക്കളക്കാരിയെ കാണാനാണെന്ന് പറ. ലീവ് എടുത്തിട്ട് 2 ആഴ്ചയായി. കാരണം പേഴ്സണലാ. അതിവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല.
15 കമ്പനികൾക്ക് MD ആയിരുന്നല്ലോ താങ്കൾ. അപ്പോൾ 16-മതൊരു ഹെർബൽ ബ്യൂട്ടി കമ്പനി പെട്ടെന്ന് തുടങ്ങാൻ കാരണം? ഒബ്ജക്ഷൻ യുവർ ഓണർ. കേസുമായി ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് എതിർഭാഗം വക്കീൽ എന്റെ കക്ഷിയോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും അല്ല യുവർ ഓണർ. ആനന്ദ് കൃഷ്ണന് പണമാണ് എന്തിലും വലുത് എന്ന് തെളിയിക്കാനാണ് ഈ ചോദ്യം. താങ്കൾ 16-മത് കമ്പനി ഓപ്പൺ ചെയ്യാൻ കാരണം? ഞാനാണ് കാരണം. ഞാനാണ് ചെമ്പരത്തിപ്പൂ കൊണ്ട് സൗന്ദര്യം വർദ്ധിപ്പിക്കാന്ന് പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിലാ കുറച്ചധികം പേർക്ക് ജോലി നൽകാനാകുമല്ലോ എന്ന് കരുതി വലിയ കമ്പനി തുടങ്ങിയത് തന്നെ. ഈ പറഞ്ഞത് ശരിയാണോ മിസ്റ്റർ ആനന്ദ് കൃഷ്ണൻ? അതെ, അതാണ് സത്യം. കല്യാണിയാണ് ഈ ഹെർബൽ കമ്പനി തുടങ്ങാൻ പ്രേരണയായത്. അപ്പൊ അതുകൊണ്ടായിരിക്കും കല്യാണിക്ക് പേറ്റന്റ് റൈറ്റ് കൊടുത്തതും കമ്പനിയുടെ ബ്രാൻഡ് അംബാസിഡർ ആക്കിയതും അല്ലേ? കല്യാണിക്ക് പേറ്റന്റ് റൈറ്റ് കൊടുത്തത് അതുകൊണ്ട് തന്നെയാണ്. പക്ഷേ ബ്രാൻഡ് അംബാസിഡർ ആക്കിയത് കല്യാണിക്ക് കഴിവുള്ളതുകൊണ്ടാണ്. കല്യാണിയെ ബ്രാൻഡ് അംബാസിഡർ ആക്കിയത് പ്രോഡക്റ്റ് സാധാരണക്കാരിലേക്ക് എത്തിക്കാനുള്ള തന്ത്രമായിരുന്നുവെന്ന് ബിസിനസ് വൃത്തങ്ങൾ പറയുന്നു. എന്നാൽ കല്യാണിക്ക് പേറ്റന്റ് റൈറ്റ് കൊടുത്തത് ഇതുപോലുള്ള അപകടങ്ങളിൽ നിന്നും രക്ഷ നേടാനുള്ള താങ്കളുടെ പ്ലാനിങ്ങിന്റെ ഭാഗമാണെന്ന് ഞാൻ പറഞ്ഞ? ദൈവം പോലും സഹിക്കില്ല. മനസ്സുകൊണ്ട് പോലും ആരെയും ദ്രോഹിക്കാത്ത ആളാ വല്യകുഞ്ഞ്. അങ്ങനെയുള്ള ഞങ്ങളുടെ വല്യകുഞ്ഞിനെ കുറിച്ച് ഇങ്ങനെയൊന്നും പറയരുത്. ഞങ്ങൾക്ക് ദൈവത്തിന്റെ സ്ഥാനത്താ വല്യകുഞ്ഞ്. സർ, ഈ മേഡം പറഞ്ഞതെല്ലാം കള്ളവാ. ദൈവത്തെ ഓർത്ത് ഇതൊന്നും വിശ്വസിക്കരുത്. കല്യാണി, ഇത് കോടതിയാ. ഇവിടെ ചോദിക്കുന്നതിനെ മറുപടി പാടുള്ളൂ. യുവർ ഓണർ, കല്യാണി എന്ന 10ാം ക്ലാസ് പോലും ജയിക്കാത്ത ഈ പെൺകുട്ടിയുടെ ഈ നിഷ്കളങ്ക മനസ്സാണ് ആനന്ദ് കൃഷ്ണൻ എന്ന MBA ഗോൾഡ് മെഡലുകാരൻ ചൂഷണം ചെയ്തതെന്ന് ഞാൻ പറയും. പ്രതിഭാഗം വക്കീലിന് ആനന്ദ് കൃഷ്ണൻ കുറ്റക്കാരനല്ലെന്ന് തെളിയിക്കാൻ യാതൊരു തെളിവുകളും ഇല്ലാതിരിക്കുകയും എന്റെ ഭാഗത്തു നിന്നും തെളിവുകൾ ഹാജരാക്കാൻ കഴിയുകയും ചെയ്ത സാഹചര്യത്തിൽ കല്യാണി എന്ന ഡമ്മി പ്രതിയെ വെച്ച് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കിയ ആനന്ദ് കൃഷ്ണൻ എന്ന കൊടും കുറ്റവാളിക്ക് നിയമം അനുശാസിക്കുന്ന മാക്സിമം ശിക്ഷ നൽകണമെന്നും പ്രതി പുറത്തേക്കിറങ്ങിയാൽ കേസന്വേഷണത്തെ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുള്ളതിനാൽ പ്രതിക്ക് ജാമ്യം അനുവദിക്കരുതെന്നും ഞാൻ കോടതിയോട് താഴ്മയായി അപേക്ഷിക്കുന്നു.
യുവർ ഓണർ, ഒരു സാക്ഷിയെ കൂടി വിസ്തരിക്കാനുള്ള അനുവാദം തരണം. പെർമിഷൻ ഗ്രാൻഡഡ്. എലഞ്ഞിമുറ്റത്ത് പ്രഭാകരൻ ശ്രീകുമാർ. ശ്രീകുമാർ, ശ്രീകുമാർ. ഞാൻ ഈ കോടതിയിൽ സത്യം മാത്രമേ ബോധിപ്പിക്കുകയുള്ളെന്ന് ഇതിനാൽ സത്യം ചെയ്യുന്നു. ആനന്ദ് ഹെർബൽ കമ്പനിയുടെ കെമിക്കൽ എഞ്ചിനീയർ ശ്രീകുമാർ അല്ലേ? അതെ സർ. താങ്കളുടെ ജോലിയൊന്ന് വിശദീകരിക്കാമോ? ബ്യൂട്ടി പ്രൊഡക്റ്റിൽ ശരിയായ ഫോർമുലയിലാണോ കെമിക്കൽസ് ചേർന്നിരിക്കുന്നതെന്ന് പരിശോധിച്ച് റിപ്പോർട്ട് നൽകൽ. അതെ, കെമിക്കൽസ് ശരിയായ ഫോർമുലയിലാണോ ചേർത്തിരിക്കുന്നതെന്ന് പരിശോധിച്ച് റിപ്പോർട്ട് നൽകേണ്ട എഞ്ചിനീയർക്ക് ഊണ് ഇവിടെയും കൂർ അവിടെയുമാണെന്ന് ഞാൻ പറഞ്ഞാലോ? യെസ്, യെസ് യുവർ ഓണർ, അതാണ് സംഭവിച്ചത്. ഒരു പ്രദേശത്തേക്ക് മാത്രം സപ്ലൈ ചെയ്യേണ്ട ഫേസ് ക്രീമിൽ കെമിക്കൽസ് അധികമായി ചേർത്ത് ഇയാൾ വിശ്വാസവഞ്ചന കാണിച്ചിരിക്കുകയാണ് യുവർ ഓണർ. ഇത് ഹെർബൽ പ്രോഡക്റ്റിനുള്ള ഫോർമുല അപ്രൂവൽ സർട്ടിഫിക്കറ്റ്. ഇത് ഹെർബൽ ബ്യൂട്ടി പ്രോഡക്റ്റിന്റെ ലാബ് റിപ്പോർട്ട്. ഇത് മുഖം പൊള്ളിയ പെൺകുട്ടികൾ ഉപയോഗിച്ച ക്രീമിന്റെ സാമ്പിൾ ചെക്ക് ചെയ്ത റിപ്പോർട്ട്. ഇത് പരിശോധിക്കുമ്പോൾ തന്നെ ചതി നടന്നിട്ടുണ്ടെന്ന് മനസ്സിലാകും യുവർ ഓണർ. ഈ പറഞ്ഞതൊക്കെ ശരിയാണോ? ശരിയാണ് യുവർ ഓണർ. പണം മോഹിച്ച് ചെയ്തു പോയതാണ്, ക്ഷമിക്കണം. ക്ഷമയൊക്കെ കോടതി തീരുമാനിക്കും. ആദ്യം നിങ്ങളെ കൊണ്ട് ഇത് ചെയ്യിച്ചതാരാണെന്ന് പറഞ്ഞാൽ മതി. കോടതിക്കും ഞങ്ങൾ ഓരോരുത്തർക്കും അറിയേണ്ടതും അതുമാത്രമാണ്.